Hello guys, welcome to the Bike Up Show. അപ്പോൾ ബൈക്ക് ഹബിന്റെ അടുത്തൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മൊത്തത്തിലുള്ള സ്റ്റോക്കും അതിന്റെ പ്രൈസും അതോടുകൂടി ഇയർ എൻഡിങ്ങിന്റെ ഓഫേഴ്സ് നമ്മൾ മൊത്തത്തിൽ വണ്ടികൾ വിറ്റൊഴിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഓഫേഴ്സ് കാര്യങ്ങളാണ് നമ്മൾ വണ്ടി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു അടിപൊളി ഇലക്ട്രിക് റിവോൾട്ട് EV400 നമ്മളതിൽ വന്നിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ബൈക്കിലൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇത് കിടിലൊരു ഓപ്ഷൻ നമ്മളതിൽ വന്നിട്ടുണ്ട്. 2023 മോഡലാണ്. ലോ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. അപ്പോൾ ഫിനാൻസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഈ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് വെറും 88,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് വണ്ടി, അതായത് പെട്രോൾ വണ്ടിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇലക്ട്രിക്കിലോട്ടൊക്കെ മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ കിടില ഒരു വണ്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ലോ ബഡ്ജറ്റ് വണ്ടി, സ്കൂട്ടർ, അതേപോലെ നമ്മളെ മിഡ് ബഡ്ജറ്റ് വണ്ടികളും, പിന്നെ നമ്മളിൽ ഉണ്ടായിരുന്ന പ്രീമിയം വണ്ടി BMW ഒക്കെ സെയിലായി പോയി. അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ് പറയൂ. 54 മോഡൽ ഡീസൽ ബുള്ളറ്റ് ഉണ്ട്. 2000 മോഡല് KL-Firon T ലെഫ്റ്റ് സൈഡ് വരുന്ന ആ മോഡലുണ്ട്. തണ്ടർബേർഡ് വരുമ്പോൾ നമുക്ക് 65 രൂപ തരാം. നീറ്റ് വണ്ടി 2015 മോഡല്. ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പേര് മാറ്റമെല്ലാം നമ്മൾ ചെയ്തു തരും. ഒരു ഫ്രീ സർവീസ് നമ്മൾ ചെയ്തു തരും. അപ്പൊ ഇനിയിപ്പോ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോർക്കിന്റെ ഒക്കെ കിടില മോഡൽസ് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഗോഡൌണിന്റെ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഗോഡൌണിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അവിടെ ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. എന്നിരുന്നാലും 2022 മോഡൽ എൻഡോർക്ക്, 2021 മോഡൽ എൻഡോർക്ക്, അതേപോലെ 2023, 22 ജൂപ്പിറ്റർ, ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വെറും ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാനായിട്ട് പറ്റും. അപ്പൊ കമ്മിങ് ബാക്ക് ടു എൻഡോർക്ക്, ഇതിനകത്ത് നമുക്ക് പുതിയ ബാറ്ററി, പുതിയ ഇൻഷുറൻസ്, ഓണർഷിപ്പ് ട്രാൻസ്ഫറിങ്, ഒരു ഫ്രീ സർവീസ്, അതുപോലെ 2018 മുകളിലോട്ട് എടുക്കുന്ന വണ്ടികൾക്കെല്ലാം നമുക്ക് ഒരാഴ്ചത്തെ എഞ്ചിൻ വാറന്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 2024 മോഡൽ സൂം, 2022 മോഡൽ ഡിയോ, വേറെ വണ്ടികൾ നമുക്ക് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. നാളെ മറ്റന്നാളെ ഒന്ന് കെയർ ചെയ്ത് അപ്പൊ മൊത്തത്തിലൊന്ന് അറേഞ്ച് ആവും. അപ്പൊ ഇനി അടുത്ത് പറയാന്നുള്ളത് വെച്ചാൽ 2024 മോഡലില് ഹീറോ സൂം ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 88,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. പുത്തൻ വണ്ടിയാണ്. വേറെ 6000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതേപോലെ 2022 ഹോണ്ട ഡിയോ സ്റ്റാൻഡേർഡ് ആണ്. ഒരു 20,000 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ജൂപ്പിറ്ററിന്റെ 2018 മോഡലാണ്. വെറും 48,000 രൂപയ്ക്ക് ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അതേപോലെ തന്നെ ജൂപ്പിറ്ററിന്റെ ക്ലാസിക് വെറും 15 രൂപ 20 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റും. രണ്ട് കിടിലം അപ്രീലിയ നമ്മളതിൽ ഇരിപ്പുണ്ട്, ബ്ലൂ ഓർ ബ്ലാക്ക്. ഇത് 2018 മോഡലാണ്. ഡൗൺ പേയ്മെന്റ് ഒരു 20,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ജൂപ്പിറ്ററിന്റെ മോഡൽ കൂടിയ വണ്ടി എന്ന് പറയുമ്പോൾ 2023 മോഡൽ ജൂപ്പിറ്ററിന്റെ ലേറ്റസ്റ്റ് മോഡൽ നമ്മളെ ഇരിപ്പുണ്ട്. അപ്പൊ ഇത് വന്നിട്ട് 10,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇത് വെറും 5,000 കിലോമീറ്റർ ആണ് ഓടിയത്. അപ്പൊ ഇതേപോലെ ലോ കിലോമീറ്റർ ഓടിയ വണ്ടി വെറും ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് നമ്മളെ എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ കളർ അല്ലാതെ ബ്ലൂ ബ്ലാക്ക് വണ്ടികളെല്ലാം നമ്മളെ ഗോഡൌണിൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേറൊരു കളർ ഓപ്ഷൻ ആണ് വേണ്ടെങ്കിലും നമ്മളതിൽ ചോദിക്കാനായിട്ട് പറ്റും. നല്ലൊരു കിടില യൂണിക്കോൺ, ലോ ബഡ്ജറ്റ് യൂണിക്കോൺ ആണ്. വെറും 38 രൂപയ്ക്ക് നമുക്ക് ഈ യൂണിക്കോൺ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അതേപോലെ ലോ കിലോമീറ്റർ വെറും 5,000 കിലോമീറ്റർ ഓടിയ സ്കൂട്ടി പെപ്പ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ യമഹ ഫസീനോ ഹൈബ്രിഡ് മോഡൽ 2021 മോഡലാണ്. ഈ ഒരു വണ്ടി നമ്മളതിൽ അവൈലബിൾ ആണ്. അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ NS സെഗ്മെന്റിൽ ഇപ്പൊ നമ്മളതിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ NS 125, 160, 160യുടെ ലേറ്റസ്റ്റ് മോഡലെല്ലാം നമ്മളതിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 20,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് നമ്മളെ എടുക്കാനായിട്ട് പറ്റും. വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു 60 രൂപ തൊട്ട് ഏകദേശം 1,20,000 രൂപ വരെയാണ് നമുക്ക് പ്രൈസ് സെഗ്മെന്റ് വരുന്നത്. എക്സ്പൾസിന്റെ 2 പുലിക്കുട്ടികൾ ഇവിടെ ഇരിപ്പുണ്ട്. 2021, 2020 മോഡലാണ്. ഡൗൺ പേയ്മെന്റ് വെറും 20,000 ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പൾസ് എടുക്കാനായിട്ട് പറ്റും. ഇനി ലോ ബഡ്ജറ്റിൽ ഒരു തണ്ടർബേർഡ് എടുക്കാനായിട്ട് നോക്കുന്നവർക്ക് അപ്പൊ വെറും 65,000 രൂപയ്ക്ക് ഒരു കിടിലൻ തണ്ടർബേർഡ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ 2015 മോഡൽ തണ്ടർബേർഡ് അവൈലബിൾ ആണ്. അപ്പൊ നല്ലൊരു അടിപൊളി തണ്ടർബേർഡ് വെറും 65,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്. മോഡൽ കുറഞ്ഞതും നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള റയർ വണ്ടികളെല്ലാം നമ്മളെല്ലാം അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഓഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇയർ എൻഡിങ്ങോട് കൂടി നമ്മൾ മൊത്തം വണ്ടികൾ സെല്ല് ചെയ്ത് ഇതാക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതും കൂടെ കരുതിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ വരുന്ന കസ്റ്റമറിന് മാക്സിമം നല്ല പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം വരുന്ന 5 കസ്റ്റമേഴ്സിന് നമ്മളൊരു ഫ്രീ ഹെൽമെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വരുന്ന 5 കസ്റ്റമറിന് മാത്രമാണ് ഈ ഒരു ഓഫർ നമ്മളിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ അതെ ഇവിടെ നല്ലൊരു അടിപൊളി ക്ലാസിക് 2019 മോഡൽ സെൽഫ് സ്റ്റാർട്ട് വരുന്ന ഡ്യുവൽ ചാനൽ ABS വരുന്ന ഒരു
ബുള്ളറ്റ് നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. 20,000 രൂപയാണ് ഡൗൺ പേയ്മെന്റ്. 2019 മോഡലാണ്. അതേപോലെ തന്നെ ജിക്സറിന്റെ 2016 മോഡൽ, അതായത് ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ അടച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ വണ്ടി ചെയ്യാൻ പറ്റും. മൊത്തത്തിലുള്ള പ്രൈസ് വന്നിട്ട് വെറും 38 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. അപ്പോൾ 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും. അതേപോലെ ഒരു 2000 മോഡൽ വിന്റേജ് മോഡൽ ബുള്ളറ്റ് നമ്മളതിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ 2023 മോഡൽ ഹണ്ടർ വെറും ലോ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ലൊരു ഹണ്ടർ പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്ക് നോക്കാൻ പറ്റിയ ഒരു മോഡലാണ്. 10,000 താഴെയാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കിടിലായിട്ട് നമുക്ക് ഈ വണ്ടി എടുത്തു പോകാന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡൊമിനാർ 2017 മോഡൽ ഡൊമിനാർ അവൈലബിൾ ആണ്. ഇതും ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BS6 മോഡലിൽ കിടിലോ ഒരു RC200 എടുക്കാനായിട്ട് ഐഡിയ ഉള്ളവർക്ക് 5,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു RC200 നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഒരു 40 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോഡൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. പുതിയ RC200 ഒക്കെ എടുക്കുന്നവർക്ക് ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റുന്ന ജാവ 42 നമ്മളതിൽ അവൈലബിൾ ആണ്. ഈ വണ്ടി നോക്കുന്നവർക്ക് നമ്മളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു പ്രൈസിൽ തന്നെ നമുക്ക് ഈ വണ്ടി നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇനി V4 V3 അങ്ങനത്തെ ഒരു സെഗ്മെന്റ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മളതിലൊരു നല്ലൊരു V4 അവൈലബിൾ ആയിരുന്നു. ഇന്നലെ ഡെലിവറി പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ സൈഡിൽ നമ്മൾ കാണിക്കാം. ഇനി നിങ്ങൾ V4 V3 ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ V3യുടെ നല്ല അടിപൊളി 3 വണ്ടി നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോൾ 1,10,000 തൊട്ട് 1,25,000 രൂപ വരെയാണ് പ്രൈസ് വരുന്നത്. വെറും ഒരു 25,000 രൂപ 30,000 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വണ്ടികളൊക്കെ എടുക്കാനായിട്ട് പറ്റും. അതേപോലെ സുസുക്കിയുടെ ഒരു കിടില വണ്ടി ബർഗ്മാൻ, ഓടിക്കാനൊക്കെ പയ്യന്മാർക്കൊക്കെ എടുത്ത് പൊളിക്കാനായിട്ട് പറ്റിയ കിടില വണ്ടി, അതായത് നല്ല റൈഡിങ് കംഫോർട്ട് പവർ എല്ലാം വരുന്ന ഒരു കിടിലം ബർഗ്മാൻ നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഫിനാൻസിന്റെ കസ്റ്റമേഴ്സ് കൊണ്ടുവരേണ്ട പ്രൂഫ് വീണ്ടും ആവർത്തിക്കുകയാണ്. ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ്, ATM കാർഡ്. ട്രിവാൻഡ്രം കസ്റ്റമേഴ്സിനാണ് ഇത് 4. മറ്റ് ജില്ലയിലുള്ള കസ്റ്റമർക്ക് നമുക്ക് അഡീഷണൽ വേണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് വോട്ടർ ID ഡ്രൈവിംഗ് ലൈസൻസോ കൂടി അഡീഷണൽ വേണ്ടി വരും. അപ്പോൾ ഫിനാൻസ് ഒക്കെ ഇപ്പോൾ വളരെ ഫാസ്റ്റ് ആണ്. നമുക്ക് ഏത് ജില്ലയിലാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതേപോലത്തെ വണ്ടികൾ നോക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് വെക്കുക. അതേപോലെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യത്തെ 5 കസ്റ്റമേഴ്സിന് 5,000 രൂപ നമ്മൾ ക്യാഷ് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ മാക്സിമം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നല്ലൊരു വണ്ടി നിങ്ങൾക്ക് നമ്മളെ സ്വന്തമാക്കാൻ പറ്റും. അതേപോലെ നമ്മളതിൽ കുറച്ച് മുമ്പായിട്ട് തന്നെ സ്റ്റോക്ക് ഇരുന്ന ഒരു ജാവ പറാഗ് ഇന്നിപ്പോൾ ഡെലിവറിയാണ്. അപ്പൊ ഇതിന്റെ സർവീസോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. വെറും 7,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പൊ ഇത് കസ്റ്റമർ അഡ്വാൻസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ ഫിനാൻസ് പ്രൊസീജിയറോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഇതിന്റെ ഡെലിവറിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളതിൽ NS 160 2023 മോഡൽ വെറും 20,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമ്മളതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ വന്നിട്ട് ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഒരു 10,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് എടുക്കാൻ പറ്റുന്ന അപ്പാച്ചി RTR 160, അതേപോലെ ഡ്യൂക്ക് 125 മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡ്യൂക്ക് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് ഈ വണ്ടി നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ പൾസർ 125 അതും മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അടുത്ത് നല്ലൊരു ഓഫർ നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് കുറച്ച് വാക്കൻസീസ് ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ സെയിൽസിൽ 2 പേരെ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെക്കാനിക്കൽ, നിങ്ങൾ 2 വീലർ മെക്കാനിക്ക് ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ജോലി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മെക്കാനിക്കൽ നമുക്ക് ഇനി ഒരാളെ കൂടെ ആവശ്യമുണ്ട്. അതേപോലെ സെയിൽസിൽ നമുക്ക് 2 പേരെ കൂടെ ആവശ്യമുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്ന മുമ്പ് ഷോറൂമിലൊക്കെ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ഈ നമ്പറിൽ, ഇപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ 2 പേരെ കൂടെ സെയിൽസിൽ നോക്കുന്നുണ്ട്. അതേപോലെ മെക്കാനിക്കൽ ഒരാളെ കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെയിന്റിങ്, നല്ല രീതിയിൽ വണ്ടിയുടെ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ട്, നിങ്ങൾ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്റെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ 4 വാക്കൻസീസ് നമുക്ക് ഇനിയിപ്പോൾ അവൈലബിൾ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മീൻസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കായിരിക്കും നമുക്ക് മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളവരും കൂടി ഈ നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടി കാണുന്നവർ ആ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക.
നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ ആ വണ്ടികൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ആ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്പറുകൾ മാറിപ്പോകരുത്. ഇപ്പോൾ ലോ ബഡ്ജറ്റ് ആ സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ പറഞ്ഞ ഓഫേഴ്സ് ആദ്യം വരുന്ന 5 കസ്റ്റമേഴ്സിന് ഹെൽമെറ്റ് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. അതുപോലെ മാക്സിമം നല്ല പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് വണ്ടികളൊക്കെ തരാനായിട്ട് പറ്റും. ഇത് അതേപോലെ തന്നെ നിങ്ങളിൽ സെയിൽ ചെയ്യാനായിട്ട് ഏതെങ്കിലും വണ്ടി ഉണ്ട്, അത് ലോ ബഡ്ജറ്റ് ആവട്ടെ, മിഡ് ബഡ്ജറ്റ് ആവട്ടെ, പ്രീമിയം വണ്ടി ആവട്ടെ, അല്ല ഇനി കാറോ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ എൻ്റെ ഈ നമ്പർ, പേഴ്സണൽ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. സ്പോട്ടിൽ തന്നെ നമുക്ക് ക്യാഷ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങളെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ വണ്ടി എടുക്കാനാണെങ്കിൽ അതും നമുക്ക് ചെയ്തു തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിനാൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിനാൻസിനായിട്ട് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ 10 മണി മുതൽ 6 മണി വരെ ആയിരിക്കും നമുക്ക് സ്റ്റാഫ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ടൈമിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കുക. ട്രിവാൻഡ്രത്ത് നിന്ന് മറ്റൊരു ജില്ലയിൽ നിന്നാണ് നിങ്ങൾ ഫിനാൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ പ്രൂഫ് വാട്സാപ്പ് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും. അപ്പൊ ഈ 1-2 ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം ഒത്തിരി കോള് വരുന്നവരൊക്കെ ചോദിക്കുന്നത് ഫിനാൻസിന് എന്ത് കൊണ്ടുവരണം, ഫിനാൻസ് അവൈലബിൾ ആണോ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ 100% ഫിനാൻസ് 2016 മേളിലോട്ടുള്ള വണ്ടികൾക്ക് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ്. ഈ പ്രൂഫ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അതേപോലെ ലോ ബഡ്ജറ്റ് വണ്ടിക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളതിൽ സെല് ചെയ്യാനായിട്ടുള്ള വണ്ടി ആണെങ്കിൽ എന്റെ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടിയുടെ വിശേഷത്തിലോട്ട് പോകും. സോ ഹലോ മച്ചാമാരെ, അപ്പൊ ഇതാണ് നമ്മുടെ ലോ ബഡ്ജറ്റ് വണ്ടി. ഏകദേശം 30ഓളം ലോ ബഡ്ജറ്റ് വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടി എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ആദ്യം സ്കൂട്ടേഴ്സിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ലോ ബഡ്ജറ്റ് വണ്ടിയുടെ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും 15 രൂപ തൊട്ട് 38 രൂപ വരെയുള്ള വണ്ടികളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ അതിൽ തന്നെ 2013 റേസഡ്, 2014 പ്ലഷർ, 15 രൂപയുടെ സ്കൂട്ടി സ്ട്രീക്ക്, 24 രൂപയുടെ പ്ലഷർ, ഒരു കിടിലൻ നവി എന്ന് പറയുന്ന വണ്ടി ഒരുപാട് പേര് അന്വേഷിച്ച് വിളിക്കാറുള്ള ഒരു വണ്ടിയാണ്. 2017 മോഡൽ നവിയാണ്. ചെറിയ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അതേപോലെ TVS വീഗോ, പഠിക്കുന്നവർക്കൊക്കെ വെയിറ്റ് കുറഞ്ഞ വണ്ടിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വീഗോ, പ്ലഷർ, സ്ട്രീക്ക്, ഈ പ്ലഷർ, റൈസഡ്. ഇതൊക്കെ നല്ല വെയിറ്റ് കുറഞ്ഞ വണ്ടിയാണ്. പഠിക്കുന്നവർക്കോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് നോക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പൊ അതേപോലെ തന്നെ വെസ്പ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് തിരക്കി വിളിക്കാറുള്ള വണ്ടിയാണ് വെസ്പ. ഇതിപ്പോ ഇച്ചിരി ഒരു ക്വാളിറ്റി മോശമാണ്. അപ്പൊ ആ ഒരു പ്രൈസിൽ, ചെറിയ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. എഞ്ചിനൊക്കെ പക്ക കണ്ടീഷൻ വണ്ടിയാണ്. എടുത്തൊന്ന് നല്ലൊരു കളർ, ഒരു 14,000 രൂപ മുടക്കി ഒന്ന് റീപെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കിടിലൻ ലുക്കായിട്ട് മാറും. അതേപോലെ തന്നെ 24 രൂപയ്ക്ക് ഒരു വീഗോ, വെറും റീടെസ്റ്റ് കഴിഞ്ഞ് 2029 വരെ പേപ്പറുള്ള ഏവിയേറ്റർ നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് ചെറിയ പ്രൈസിൽ തരാൻ പറ്റും. 2016 മോഡല് ആക്റ്റീവ, ഇതിന് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു ഫിനാൻസ് ഒക്കെ അറേഞ്ച് തരാൻ പറ്റും. ഈ വണ്ടിക്കും ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് ലോ ബഡ്ജറ്റിൽ 2 വണ്ടി നിങ്ങൾക്ക് ഫിനാൻസും ചെയ്തു തരാം. ഇനി പയ്യന്മാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരുപാട് എൻക്വയറി ഉള്ള 220, 2014 മോഡൽ 220, 2015 മോഡൽ 220, 32 രൂപ 38 രൂപ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള വണ്ടികളാണ് ഇത്. അതേപോലെ തന്നെ ഫേസർ ഈ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റും. 38 രൂപ റേഞ്ചിൽ ഫേസർ തരാൻ പറ്റും. അതേപോലെ തന്നെ FC ഫുൾ ബ്ലാക്ക് ഒക്കെ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിൽ ഒരു ലോ ബഡ്ജറ്റ് നല്ലൊരു വണ്ടി ഇരിപ്പുണ്ട്. ഇനി 2017 മോഡൽ യമഹ SZR, ഇത് നിങ്ങൾക്ക് ഫിനാൻസിൽ വേണമെങ്കിൽ ചെയ്തു തരാം. പ്രൈസ് വന്നിട്ട് വെറും 38,000 രൂപ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫിനാൻസിൽ ഇത് എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ സല്യൂട്ടോ എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടില വണ്ടിയാണ്. നമ്മൾ സ്പ്ലെൻഡർ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ മെയിൻ്റനൻസ് കുറഞ്ഞ് മൈലേജ് കൂടുതൽ കിട്ടുന്ന വണ്ടിയാണ് സല്യൂട്ടോ. ഇതൊക്കെ നമുക്ക് നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റും. ഇപ്പൊ സല്യൂട്ടോ ആണെങ്കിലും റൈസഡാർ ആണെങ്കിലും ഇതൊക്കെ 2018 മോഡലാണ്. ഇത് നമുക്ക് ഫിനാൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതേപോലെ ഹീറോയുടെ സ്പ്ലെൻഡർ, CD ഡീലക്സ്, പാഷൻ പ്രോ ഒക്കെ ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് CD ഡീലക്സ്, പാഷൻ പ്രോ, സ്പ്ലെൻഡർ പ്രോ, പാഷൻ പ്ലസ്, സ്പ്ലെൻഡർ പ്രോ, അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയൊക്കെ വെറും 28 രൂപയ്ക്ക് തരാൻ പറ്റും. അലോയ്സ്, സെൽഫ്, പുത്തൻ ടയർ കാര്യങ്ങളാണ്. ഈ വണ്ടിയുടെ ടയറൊക്കെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഈ വണ്ടിക്ക് പുതിയ ടയറാണ്. എല്ലാത്തിനും നല്ല ടയർ കാര്യങ്ങളും കണ്ടീഷൻസും ഒക്കെ എല്ലാം ഓക്കെയാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ലോ ബഡ്ജറ്റ് വണ്ടിക്ക് നമുക്ക് വാറന്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. 2018 മേളിലോട്ടുള്ള വണ്ടികൾക്ക് മാത്രമാണ് നമ്മൾ എഞ്ചിൻ വാറന്റി കൊടുക്കുന്നത്. അപ്പൊ ചില കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കാറുണ്ട്, ലോ ബഡ്ജറ്റ് വണ്ടിക്ക് വാറന്റി ഉണ്ടോ, ഫിനാൻസ് ഉണ്ടോ? ലോ ബഡ്ജറ്റ് വണ്ടിക്ക് ഫിനാൻസും കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഫിനാൻസ് തരാൻ പറ്റുന്ന ഇതിൽ 3-4 വണ്ടിയാണ്. ഒന്ന് സല്യൂട്ടോ, ഒന്ന് യമഹ റൈസഡാർ, അതേപോലെ തന്നെ നമ്മൾ അവിടെ ഇരുന്നത് ഈ ഇരിക്കുന്ന ആക്റ്റീവ, ഇതിനൊക്കെ നമുക്ക് ഫിനാൻസ് ചെയ്തു തരാനായിട്ട് പറ്റും. ഈ വണ്ടിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ 2018 മോഡൽ സെൽഫ് സ്റ്റാർട്ട് വരുന്നത് പ്ലാറ്റിനയാണ്. 80 മൈലേജ്, സെൽഫ് സ്റ്റാർട്ട്, ലോ ബഡ്ജറ്റ്, ഫിനാൻസ് എല്ലാം അവൈലബിൾ ആണ് ഈ വണ്ടിക്ക്. കടയിൽ നമുക്ക് 2017 യൂണിക്കോൺ ഇരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടിച്ച് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇതൊരു ലോ ബഡ്ജറ്റ് യൂണിക്കോൺ ആണ്.
വെറും 38 രൂപയ്ക്ക് നമുക്ക് തരാനായിട്ട് പറ്റും. അതേപോലെ ഡിസ്കവർ ഒക്കെ എന്ന് പറയുമ്പോൾ 18 രൂപ 14 രൂപ ആ റേഞ്ചിലൊക്കെ തരാൻ പറ്റും. ഇനി ഒരുപാട് പേരെ അന്വേഷിച്ച് പണിയാനും സ്വന്തമാക്കി വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കരിഷ്മ 6 നമ്മളതിൽ അവൈലബിൾ ആണ്. വണ്ടി 2005 മോഡലാണ്. റീടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പൊ അതേപോലെ തന്നെ അതെ നല്ലൊരു മൈലേജ്, ഈ പറഞ്ഞ പോലെ പ്ലാറ്റിനയോട് അത്രയും മൈലേജ് കിട്ടുന്ന തന്നെ അതെ ഡ്രീം യുഗ 2016 മോഡല് നമ്മളതിൽ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ കരിഷ്മ നിങ്ങൾക്ക് എടുത്ത് ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മുതലാണ് ഇത്. അതേപോലെ കരിഷ്മയുടെയൊക്കെ പ്രൈസ് ഇനി കൂടി വരും. കാര്യം കരിഷ്മയിൽ ഇപ്പൊ വണ്ടികളൊന്നും കിട്ടാനായിട്ടൊന്നും ഇല്ല. അതേപോലെ ഡിസ്കവർ, അങ്ങനെ ഇത്രയും വണ്ടികളാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ. അതേപോലെ അതെ ഒരു കിടിലം മുതൽ നിങ്ങളെ ഇരിക്കുന്ന ബൈക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഒരു കാറിലോട്ടൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇതേ 98 മോഡൽ റീടെസ്റ്റ് കഴിഞ്ഞ കിടില ഒരു സെന്ന് നമ്മളതിൽ അവൈലബിൾ ആണ്. വെറും 48 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാനായിട്ട് പറ്റും. ബാറ്ററി കാര്യങ്ങളെല്ലാം പുത്തനാണ്. ആമറോണിന്റെ ബാറ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. എഞ്ചിൻ ബേ കാര്യങ്ങളെല്ലാം നീറ്റാണ്. പേപ്പർ വാലിഡിറ്റി ഉണ്ട്. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം മാറി വെറും 48,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി നമ്മളെ നിന്ന് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇനി നിങ്ങളതിലിരിക്കുന്ന ബൈക്കോ ഏതെങ്കിലും വണ്ടി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് സെന്നൊക്കെ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സെന്ന് എന്ന് പറയുന്ന വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കിടിലം പയ്യന്മാർക്കൊക്കെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു കിടിലം ഒരു മുതൽ തന്നെയാണ്. അപ്പൊ ഇത്രയും വണ്ടികളാണ് നമ്മളതിൽ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ക്ലിയറൻസ് സെയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, ബുക്ക് ചെയ്യുക, സ്വന്തമാക്കുക, കൊണ്ടുപോവുക. അതേപോലെ നമ്മൾ പറഞ്ഞ ഓഫേഴ്സ് കാര്യങ്ങൾ ആരും മറക്കണ്ട, ജോബ് വാക്കൻസീസ് ആരും മറക്കണ്ട. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എസ്പെഷ്യലി ജോബ് വാക്കൻസീസും നിങ്ങളേലുള്ള വണ്ടി സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നവർ ഈ നമ്പറിൽ മാത്രമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.